ഖത്തറിലെ 2019 മുതൽ 2021 വരെയുള്ള എൻ്റെ ക്യാൻസർ അതിജീവന കാലത്ത് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഒരു പുസ്തക രൂപത്തിൽ ഭ്രാന്തൻ ചെല്ലോയുടെ കണക്ക് പുസ്തകം എന്നുള്ള പേരിൽ ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പലരും അത് വായിച്ചിട്ടുണ്ട്. ഈ ക്യാൻസറിൻ്റെ ഇരുളും വെളിച്ചവും ഒരേപോലെ അനുഭവിക്കാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്തു തന്നെയായാലും അതിന് സാധിച്ച അനേകം വ്യക്തികളിൽ ഒരാളാണ് ഞാനും. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതുന്നത്. തീർച്ചയായും പുസ്തകം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പനി പോലെ, തലവേദന പോലെ ക്യാൻസറിനെയും നാളെ നമ്മുടെ സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു കാലം വരും എന്ന് തന്നെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. കാരണം എല്ലാവരും ഇപ്പോഴും ക്യാൻസറിൻ്റെ ഒരു ഭീതിയോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ കരളുറപ്പോടെ നല്ല ചികിത്സയോടെ നമുക്ക് ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കും. തീർച്ചയായും അതിനുള്ള ഒരു ഉദാഹരണമായി നിങ്ങൾക്ക് എന്നെ കാണാം. ക്യാൻസറിൻ്റെ സ്റ്റേജ് 4 നിന്നും നിങ്ങൾ ഈ കാണുന്ന ഈ രൂപത്തിലേക്ക് കഴിഞ്ഞ 6 വർഷമായി ഞാൻ നിങ്ങളുടെ ജീവിക്കുന്നുണ്ട്. തീർച്ചയായും ഓരോ മനുഷ്യനും ഈ പുതിയ കാലത്തെ ചികിത്സയുടെ ഈ ഫലമായി ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. അതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ക്യാൻസർ സർവൈവേഴ്സ് അല്ല, ഐ തിങ്ക് ആക്ച്വലി ഇതിനോട് പ്രത്യേകിച്ചും ദർ ആർ ക്യാൻസർ വിന്നേഴ്സ്, നോട്ട് ക്യാൻസർ. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ ആരെയും സർവൈവർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കരുത് എന്നവർക്ക് പറഞ്ഞത്. പണ്ടൊക്കെ പല വേദിയിലും പരിചയപ്പെടുത്തുമ്പോൾ കുറെ മലയാള വാക്കുകൾ വരും. കുറച്ച് ഞാൻ പറഞ്ഞ് കേൾക്കാറ്. ഒരിക്കൽ ഒരു കോളേജിലെ പ്രിൻസിപ്പല് എന്നെ സദസ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോക്ടർമാര് ഈ ലോകത്ത് നിന്ന് മറ്റു ലോകത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന രോഗികളെ സഹായിക്കുന്ന ഡോക്ടർ. ഒറ്റവാക്കിൽ പറഞ്ഞ കാലം. വേറൊരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു, ക്യാൻസറിന്റെ മറ്റൊരു പരിഹാരം ഡോക്ടർ. ഈ അടുത്ത കാലത്ത് കേട്ട മറ്റൊരു കാര്യമുണ്ട്. ഓരോ ഞണ്ടിനെ കാണുമ്പോഴും ഞാൻ ഡോക്ടർ മുഖവർണ്ണിക്കുന്നു. ഇതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് പ്രാർത്ഥിക്കണം, ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു 2 മാസം മുമ്പാണ് ഒരു രോഗി എന്ന് പറഞ്ഞ്, ഞാൻ എന്നും ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് കുറച്ചുകൂടെ തീവ്രമായിട്ട് പറഞ്ഞു, ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട് ഡോക്ടർക്ക് വേണ്ടി. ഓരോ സമയം പ്രാർത്ഥിക്കുമ്പോഴും ഡോക്ടറുടെ ഓർമ്മയിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു, കാരണം ഇങ്ങനെ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവസാനം പറഞ്ഞു, ഒരു കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഡോക്ടറുടെ കാലം കഴിഞ്ഞാൽ എന്റെ നോക്കാൻ വേറെ ഡോക്ടർ കൊടുത്താണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ ക്യാൻസറിന്റെ ഇരുട്ട്. ഇത് കാണിക്കാനുള്ള കാരണം, 35-40 years back, when I entered the profession, it was sheer darkness. എന്തിനാണ് ഈ സ്പെഷ്യാലിറ്റി എടുത്തത് എന്ന് ചോദിച്ചവരുണ്ട്. Because you are seeing only death. Why should you go for oncology, especially after finishing your MD medicine? Because they got such nutritious specialties like cardiology is there, nephro is there, neuro is there. Why did you choose this? I had a little doubt at that time, but not now. Now I say that the best specialty I always like to choose is oncology. For the last 35-40 years, we have seen a lot of changes happening. അവിടെ ഞാൻ എണ്ണി പറയാറുണ്ട്, even the most advanced countries, a patient with myocardial infarction or heart attack, 50% of them are not able to reach a hospital before they die. That means the death happens. Not 50%. പക്ഷെ ഒരു ക്യാൻസർ രോഗി മരിക്കില്ല. അങ്ങനെ പോവില്ലാതെ തീരുമാനിച്ചാൽ മാത്രമേ ഉള്ളൂ. Compared to other diseases, like the cancer winner is there. There are a lot of them here. They are not on any medication.
They are living a perfectly normal life. Better than us. One way better than us. Think of a cardiac, think of a nephro, they are on drugs all throughout their life. Once they are through. I got a stent inside, I didn't be able to take. Nephro, yes, they will be mostly on drugs. Here, the patient is out of everything. Coming back as a refined, reformed person who thinks much more better than anyone of us to help others. That's the difference for him. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പിന്നെ ക്യാൻസർ പേടിക്കുന്ന വെച്ച് കഴിഞ്ഞാല് that is the problem with society. സമൂഹത്തിന് എന്നും ക്യാൻസർ ഭീതി മാത്രമല്ല, there's a stigma for cancer. ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രഷർ ഇല്ലെങ്കിലും നമ്മൾ പറയാം എനിക്ക് പ്രഷറുള്ള ആളാണ് കേട്ടോ, ഷുഗർ, because that gives you an elevation in the society. Whereas nobody will come and tell you that I got a cancer. Except maybe innocent or somebody. That's what happened again. പക്ഷേ the drastic change has happened now. Now people are coming out. Just like you could hear two people coming and saying, I had a cancer. And I came out today. ഇവിടെ ആളുകളുണ്ട്. There's a winner who is there. 16 years I think. Almost 16 years, 20 years like that. They come to the stage and tell, I was having a cancer. അതാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ ചേഞ്ച് which has happened over the years. We'll go to the topic now. I think the picture is much more better than this. From totally dry to the greeneries. ഇതാണ് നമ്മുടെ ഇരുളും വെളിച്ചവും ക്യാൻസർ. This is a platform where a crab is being treated. ധാരാളം തെറ്റിദ്ധാരണകളാണ്. തെറ്റിദ്ധാരണകളുള്ളൂ പല പല വേദിയിലും. അതായത് പകർച്ചവ്യാധി വിശ്വസിക്കുന്ന ആൾക്കാര്, പാരമ്പര്യമാണ് 100% ക്യാൻസേഴ്സ്, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ചികിത്സയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഒരു പിള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറും, ദിവസവും രാവിലെ വെളിച്ചെണ്ണയിൽ ഒരു തേനൊക്കെ ഒഴിച്ച് കഴിച്ചാൽ ക്യാൻസർ മാറും, ഊതി കെട്ടിയാൽ ക്യാൻസർ മാറും, പ്രാർത്ഥന മാത്രം മതി. These are all what we hear every day. So they are the myths of this. ഞാൻ സ്റ്റിഗ്മ ഞാൻ പറഞ്ഞു, പേടി ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ ഇതിനൊക്കെ കാരണക്കാരൻ ഗൂഗിൾ യൂണിവേഴ്സിറ്റിയാണ്. ഗൂഗിളിൽ കയറും, കുറച്ചൊക്കെ വായിക്കും, അത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ പേഷ്യൻ്റ് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് പുതിയ പുതിയ ധാരാളം വാക്സിൻ, റഷ്യയിൽ വാക്സിൻ തന്നിട്ടുണ്ട്, എന്തുകൊണ്ട് വാക്സിൻ കൊടുക്കാൻ. ആ ഗൂഗിൾ യൂണിവേഴ്സിറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കോസ്റ്റ്, എല്ലാ ആധുനിക ചികിത്സയും കോസ്റ്റ്ലിയാണ്. ക്യാൻസർ മാത്രമല്ല, എനിത്തിങ്. ഒരു കാർഡിയക് പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് പോയി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 2 സ്റ്റെന്റ് അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ബില്ലായിരിക്കും. So it's not cancer alone. Lot of unscientific treatments. Lot of unscientific. ഞാൻ പിന്നീട് വരാം, അടുത്ത പട്ടതായിരിക്കും. But alarming numbers. Numbers are on the increase. പക്ഷെ അതേ സമയത്ത് തന്നെ ക്യൂർ റേറ്റ് ദിവസം പോയിക്കാം. കൂടുതൽ ആൾക്കാര് കമ്മിങ്. അൺസയന്റിഫിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് എന്തിനാണ് ക്യാൻസറിന് ഈ ചിഹ്നം ചോദിക്കാറുണ്ട്? ക്യാൻസറിനേക്കാൾ പ്രശ്നക്കാരായ ധാരാളം വസ്തുക്കൾ നമ്മുടെ ഉണ്ട്. ഈ ഒരു ചിഹ്നം വേണ്ടി നമുക്ക് കൊടുക്കാം. നമുക്ക് ക്യാൻസറിനെ സ്വീകരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യത. കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ ക്യാൻസർ ആകാൻ തയ്യാറായി നിൽക്കുന്ന കോശങ്ങളുണ്ട്. നമ്മുടെ ചെറിയ സഹായമേ ആവശ്യപ്പെട്ടുള്ളൂ. ആ സഹായം നമ്മൾ അറിഞ്ഞോ അറിയാതെ നൽകിക്കഴിഞ്ഞാൽ ഇതുപോലെ 2 കൈ നീട്ടി ക്യാൻസറിനെ സ്വീകരിക്കേണ്ടി വരും. അൺസയന്റിഫിക് ട്രീറ്റ്മെന്റ് ഞാൻ പറയുമ്പോൾ ഇവളൊരു 15 വർഷം മുമ്പ് ക്യാൻസറുമായിട്ട് ചികിത്സയ്ക്ക് വന്നതാണ്. നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ ഇതുപോലത്തെ പൊള്ളൽ പാടുകൾ കാണാം. ഇയാളെ വന്ന ഒരു വേറെ വ്യക്തിയാണ്. വയറ്റിൽ മുഴുവൻ
പൊള്ളൽപ്പാടിലാണ്. ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളിച്ചാൽ ക്യാൻസർ മാറുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ. ആ ചികിത്സയുടെ ഭാഗമായിട്ട് ഇവരുടെ ഡേറ്റ് വാങ്ങേണ്ടി വന്നത് ദേഹം മുഴുവൻ ഇതുപോലെ ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളിച്ചാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ക്യാൻസറിനെ കുറിച്ച് എല്ലാം അറിയാം, പക്ഷേ ആർക്കും അറിയുന്നത്. The first question comes, is cancer curable? ഞാൻ ഈ ചോദ്യം എപ്പോഴും അങ്ങോട്ട് തരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എത്ര പേര് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിയും. ഇവിടെ ക്ലാസ്സിന് വേണ്ടി ആവശ്യമൊന്നുമില്ല. This is what we want. This is what we want. എന്താണ് ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തലാണ്. ഇത് നിൽക്കുന്നതിൽ ഒരാൾ 1994 ക്യാൻസറുമായിട്ട് ചികിത്സയ്ക്ക് വന്നു. ഓസ്റ്റിയോസാർക്കോമ എന്ന മാരകമായ രോഗം അന്നൊക്കെ. ഷീ വാസ് എ ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്. ചികിത്സ കഴിഞ്ഞ് തിരികെ പോയി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് മഞ്ചേരിയിൽ ഒരു ആശുപത്രിയിൽ കാർഡിയോളജി ഐസിയുവിൻ്റെ പ്രധാന നഴ്സാണെന്നൊക്കെ പറഞ്ഞു. കൂടെ നിൽക്കുന്നത് ഭർത്താവാണ്. We count how many years? 94. Back to normal. ഇവൻ ആസാംകാരനാണ്. അച്ഛൻ FBI ഓഫീസറായിരുന്നു. അതുകൊണ്ട് he came for treatment with us. He was an 8th standard student at that time. ഞങ്ങൾ ചോദിച്ചു, നിന്റെ ഭാവി പരിപാടി എന്താണെന്ന് ചോദിച്ചു. അപ്പം അവൻ ഇന്ന് ആസാമിൽ MBBS കഴിഞ്ഞ് PG റേഡിയോളജി. എപ്പോഴും നമുക്ക് ഒരു വിമുഖതയാണ്. അവർ വിചാരിക്കും ഇങ്ങനെ 1-2 പേരൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് കയറുണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് ഉത്തരം കണ്ടെത്താം. ഞങ്ങൾക്ക് 2 പ്രധാന പരിപാടികളുണ്ട് എല്ലാ വർഷവും. കളിക്കൂട്ടവും കമ്മ്യൂണിയൻ. കളിക്കൂട്ടം കുട്ടികളുടെ കൂട്ടായ്മയാണ്, കമ്മ്യൂണിയൻ പ്രായമായ കൂട്ടായ്മയാണ്. ഇറ്റ് ഹാപ്പൻസ് എവറി ഇയർ ഫോർ ദ ലാസ്റ്റ് 15 years. ഞങ്ങളുടെ കളിക്കൂട്ടം കമ്മ്യൂണിയനാണ്. ഞങ്ങളുടെ കമ്മ്യൂണിയൻ കാഴ്ചക്കാരെ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ ആഘോഷിക്കുന്ന കാണാം. അടുത്ത പിള്ളേരൊക്കെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ കളിക്കൂട്ടം. അംഗീകരിച്ച മതിയാവും ക്യാൻസർ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ്, തിരികെ ജീവിതത്തിലേക്ക് വന്നാൽ ഹൗ ഡു ദേ ലിവ്? ആർ ദേ ഓൾവേസ് പേഷ്യൻസ്? അതല്ല നമ്മളെ പോലെയൊക്കെ ജീവിക്കാൻ പ്രാപ്തരായിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താം. ഇത് അഷ്റഫാണ്. അഷ്റഫ് മൂവാറ്റുപുഴക്കാരനാണ്. കോവിഡിന് തൊട്ട് മുമ്പ് അഷ്റഫ് പേരിന്റെ ഏമൽ ബ്ലഡ് ക്യാൻസറായിട്ട് വന്നതാണ്. ചികിത്സ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അഷ്റഫ് എനിക്ക് ഒറ്റ കാര്യം വെച്ചുള്ളൂ. അഷ്റഫിന്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത് മാരത്തോൺ ഓടുന്നതാണ്. ഞാനൊരു മാരത്തോൺ ഓടിക്കൊണ്ടെന്ന് വെച്ചു. 2 months ട്രീറ്റ്മെന്റ്. ഞാൻ പിന്നെ ഓടാൻ പറ്റില്ല. ഞാൻ സാക്ഷിയാണ്. 55 കിലോമീറ്ററാണ് ഓടുന്നത്. കാണാം. അതും ലഹരിക്കും ക്യാൻസറും എതിരുന്നു. അവസാനം ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഞാനും എക്സൈസ് കമ്മീഷനുണ്ടായിരുന്നു. എല്ലാം മതി വർഷത്തെ നിർത്താൻ പറഞ്ഞു. സിദ്ധാർത്ഥനെ പരിപാടി ആവശ്യമില്ല. സിദ്ധാർത്ഥ ഇതുപോലെ 15 years ബാക്ക് ക്യാൻസറുമായിട്ട് വന്നാണ്. ചികിത്സ കഴിയുമ്പോൾ സിദ്ധാർത്ഥ ധാരാളം സിനിമകൾ അഭിനയിക്കുന്നു, സംവിധാനം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒരു PhD കിട്ടി. ഞങ്ങൾ ആദരിച്ചാണ്. ഇവരാരും രോഗികളായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല തിരികെ പോകുന്നത്. മറിച്ച് തിരികെ കിട്ടിയൊരു ജീവിതം 100% ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചികിത്സ കഴിഞ്ഞ് തിരികെ പോകുന്നവരെ ഒരു കാരണവശാലും ക്യാൻസർ രോഗികളിൽ നിന്ന് വിശേഷിപ്പിക്കരുത്. വൈദ്യുതിക്ക് എല്ലാവരും ഉണ്ട്. രോഗികളുണ്ടാവും, രോഗമാനവരുണ്ടാവും, ഡോക്ടറുണ്ട്. ഓൾ ഓഫ് ഒരു വ്യത്യാസമില്ല.
തമിഴ് ഭേദം ഞാൻ ഡോക്ടർ തന്നെയായിരുന്നു, ബാക്കിയൊക്കെയാണ് പറ്റും. അതുകൊണ്ട് ഡോണ്ട് യൂസ് ദി ടെർമിനോളജി ഓഫ് ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുക. പേഷ്യൻസ് വൈ ഓൺ ട്രീറ്റ്മെന്റ്. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെ ഞാൻ ആരും ക്യാൻസർ സർവൈവർ എന്ന് പറഞ്ഞ് വിളിക്കില്ല. കാരണം ഒരു വെള്ളത്തിൽ വേണ്ടി രക്ഷപ്പെട്ട സർവൈവേഴ്സ്. Here they are fighting it coming out. So call them, praise them as cancer killers. അതുകൊണ്ട് തന്നെ അവരെല്ലാം സമൂഹം ഇങ്ങനെ സൊസൈറ്റി മാക്സിമം സൊസൈറ്റി അടുത്തെന്താണ് ഒരു പകർച്ചവ്യാധിയാണോ എന്ന് ചോദിക്കും. 100% അല്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ ഒരു രക്താർബുദ രോഗിയുടെ രക്തം ഏറ്റുവാങ്ങിയാലും ഏറ്റുവാങ്ങി വ്യക്തി ക്യാൻസർ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ അറിഞ്ഞു പറയുന്ന അമ്മ തളർന്നുള്ള സമയത്ത് കുഞ്ഞിന് പാല് കൊടുത്താലും കുഞ്ഞിന് ക്യാൻസർ ഉണ്ടാകുന്നില്ല. തറപ്പിച്ച് പറയാം, കുറച്ചുകൂടെ പേരില്ല. ഒരു പടികൂടെ കൊണ്ടുപോകാൻ ഞാൻ പറയാറുണ്ട്. ഇതൊന്നും പറഞ്ഞ വിഷയത്തിലെങ്കിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന ഞാൻ പണ്ട് 10 പ്രാവശ്യം മരിക്കേണ്ട സമയം കണ്ടു. ഇത് കണ്ടിരുന്നത് അത് കേട്ടാൽ പിന്നെ അടുത്ത ചോദ്യം പാരമ്പര്യ രോഗമാണോ? ക്യാൻസർ പലരോട് കാണാൻ സാധിക്കില്ല. കാരണം പാരമ്പര്യത്തിന് ക്യാൻസർ സാധ്യത എന്ന് പറഞ്ഞാൽ 5% to 10% ചാൻസ്. അതിൽ ചില ക്യാൻസറുകളൊക്കെ ചില പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ മകള് വിവാഹം കഴിക്കില്ലെന്നോ അല്ലെങ്കിൽ വീട്ടിൽ കഴിക്കുന്നത് അർത്ഥമില്ല. ചാൻസ് ആണ് 5 to 10%. അതുകൊണ്ട് അത് നമ്മൾ കണ്ടിന്യൂ. ക്യാൻസർ ഒരു കാര്യം മനസ്സിലാക്കണം. ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. ഒരു ഗർഭശിശുവിൻ്റെ അവസ്ഥ മുതൽ മരണം വരെ. ഒരു കൊച്ചുകുട്ടി ജനിച്ച് വീഴുന്നത് കിഡ്നിയിലെ ക്യാൻസറാണ്. ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ എല്ലാവരെയും അമ്മ, ഞങ്ങൾ കൊച്ചിൻ ക്യാൻസറിൻ്റെ അമ്മ എന്ന് പറയാം. നമുക്ക് ക്യാൻസറാണ്. ഇപ്പോൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. പക്ഷേ പ്രായമേറുന്തോറും വരാൻ ചില അസുഖമാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടുന്തോറും ആ സമൂഹത്തിൽ ക്യാൻസറിന് കൂടുതൽ അറിയാം. പ്രോബബ്ലി ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺസ്. പണ്ട് നമ്മൾ 60-68 വയസ്സിൽ ജീവിക്കുമ്പോൾ ഇന്ന് വി ആർ ലിവിങ് 70+. അപ്പോൾ 10 വർഷം കൂടുതൽ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വരാത്തുള്ള അസുഖമാണ് ക്യാൻസർ. എവിടെ വേണേൽ ക്യാൻസർ വരാം. ഇവിടെ രോമകൂപങ്ങളിൽ വരെ വേണേ ക്യാൻസർ വരാം. എവിടെ ക്യാൻസർ വരുന്ന പേര് വെക്കാറ് ലുക്യൂമിയ ക്യാൻസറാണ്, ലിംഫോമിയ ക്യാൻസറാണ്, കാസ്റ്റിമിയ ക്യാൻസറാണ്, സാർക്കോമിയ ക്യാൻസർ. ഞങ്ങൾക്ക് ചിങ്ങവനത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര തമാശക്കാരനാണ്. അതേപോലെ പറയും ഡോക്ടറുടെ അസുഖത്തിൻ്റെ പേരൊക്കെ നല്ല പേരുകളാണ്. കുട്ടികൾക്ക് നമ്മുടെ പേരാണ്. ഒരാൾ ലുക്കീമിയ, ഒരാൾ ലിംഫോമ, ഒരാൾ സാർക്കോമ. അപ്പോൾ അത്ര ലാഭത്തോടുകൂടെ നേരുന്ന ആൾക്കാരുണ്ട്. ദാറ്റ്സ് എ ഫോഴ്സ് ബിഹേവ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മളെ ഒരു ഗുണം കണ്ടതുകൊണ്ടോ മുഴ കണ്ടതുകൊണ്ടോ ക്യാൻസർ ആണെന്ന് വിചാരിച്ച് ചികിത്സിക്കരുത്. നമ്മൾ അസുഖം ഉണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്തുനിന്നും കോശങ്ങളെടുത്ത് ആ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ക്യാൻസർ ആയിട്ടുള്ളൂ. അല്ലാത്ത ഒരു ചികിത്സയും ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കരുത്. ഡയഗ്നോസിസ് ബിഫോർ യു ഗോ ഫോർ എ ട്രീറ്റ്മെന്റ്. ദിസ് എ million-dollar question. What causes cancer? So we have to go for some of this. As I know, there's a mutation of genes. Basically, problem എന്തൊക്കെ പറഞ്ഞാലും സിഗരറ്റ് കുടിക്കുന്ന കള്ളുടിക്കുന്ന എല്ലാം finally end up saying that genes are getting mutated. അതെല്ലാം വരുന്ന മാറ്റങ്ങളാണ്. എന്തുകൊണ്ട് സംഭവിക്കുകയായിരിക്കും? നമുക്ക് ഇവിടെ തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞു 5 മുതൽ 10% സാധ്യതയുള്ളൂ കാരണം ബാക്കിയൊക്കെ നമ്മുടെ വകയാണ്. What we contribute. That's almost 90 to 95% what you contribute for that. ഇത് കൂടെ അറിയണം. Only 0.3% of the populations are carriers of a genetic mutation for cancer. 0.3% ഉള്ളൂ ഇത് ക്യാൻസർ മ്യൂട്ടേഷൻ ഉള്ള ജീൻസ് കൂടെ വരുന്നത്. ബാക്കിയെല്ലാം contributions.
അങ്ങനെ വരുമ്പോൾ ഫാക്ടേഴ്സ് പോയി ഞാൻ ഇങ്ങനെ കൊണ്ടതാണ് തുടങ്ങാം. ഏജിങ് ഐ ടോൾഡ് യു, ഏജിങ് ഈസ് വൺ ഓഫ്. മറ്റൊരിടത്തേക്ക് പോകാം. റേഡിയേഷൻ പ്രധാനമായും മൈഗ്രൈൻ ജോലി ചെയ്യുന്നവരാണ്. എക്സ്റേ മെഷീൻ ചെയ്യുന്ന ആൾക്കാർ, സ്കാനിങ് മെഷീൻ ചെയ്യുന്ന ആൾക്കാർ, ഫ്ലൂറോസ്കോപ്പി, ചില അൺവോയ്ഡ് അവാർഡ് കിട്ടുന്ന ദേ ആർ ഓൾ പ്രോൺ ടു ഡെവലപ്പ് if not properly taken down. Chemicals. Many of the natural many of the aromatic chemicals. Infections. നമുക്കറിയാം some of the viruses, hepatitis, S. pylori, okay, they all have something which can cause cancers. പക്ഷെ അതൊക്കെ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളൂ. നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ആ ജീവിതശൈലി രോഗമായിട്ട് തന്നെ ക്യാൻസറിനെ കാണേണ്ടി വരും. ജസ്റ്റ് ലൈക്ക് ഡയബറ്റീസ്, ജസ്റ്റ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ജസ്റ്റ് ലൈക്ക് സ്ട്രോക്ക്, ജസ്റ്റ് ലൈക്ക് കാർഡിയാക്, ക്യാൻസർ ഈസ് ഓൾസോ ഇൻ സെയിം കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ 3 വൈറസുകളൊക്കെ പഠിക്കണം. മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള 3 വൈറസുകളുണ്ട്. അത് ഗർഭാശയ ക്യാൻസർക്കാരായ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ, ലിവർ ക്യാൻസറിന്റെ ഒരു കാരണക്കാരായ HPV വൈറസുകൾ, ബർക്കിൾ സിൻഡ്രോം എന്ന ക്യാൻസർ കാരണക്കാരായ എപ്സ്റ്റീൻ-ബാർ വൈറസുകൾ. ഈ 3 വൈറസുകളാണ് മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന 3 വൈറസുകൾ. ഇതിലെ മാക്സിമം സ്റ്റഡീസ് നടക്കുന്നത് HPV ആണ്. കാരണം അത് ഗർഭാശയ ക്യാൻസർ മാത്രമല്ല, മറ്റു പല ക്യാൻസറിന്റെയും അസുഖങ്ങളുടെയും ഒരു കാരണക്കാരൻ HPV വൈറസ് ആണെന്നുള്ള പഠനങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. സോ ഇവിടെ വാക്സിനേഷൻ അഗൈൻസ്റ്റ് HPV കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് പഠിക്കേണ്ട ഭാഗം. നമ്മൾ ഇന്നും ഒരു ചോദ്യം ഒരു ഉത്തരവുള്ളൂ. ഞാനും ചോദിച്ചാൽ തെറ്റാണ്. അസുഖം വന്നാൽ രക്ഷപ്പെടുമെന്ന് പറയും. നമുക്കത് മാത്രം കേട്ടാൽ മതി. സർക്കാരിന് മാത്രം കേട്ടാൽ മതി. പറഞ്ഞാലിക്കാറില്ല. പക്ഷെ അതെല്ലാം പ്രധാനമാണ്. നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട 2 പടികളുണ്ട്. വൺ ഈസ് പ്രിവെൻഷൻ. നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ തടയാൻ സാധിക്കണം. നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം മാത്രമേ ക്യൂറിനെ സംസാരിക്കാറുള്ളൂ, ചികിത്സയ്ക്ക് സംസാരിക്കാറുള്ളൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചികിത്സയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് ക്യൂർ. നമുക്ക് ജീവിതം നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതായത് ബാക്കി ശിഷ്ടജീവിതം കിടക്കില്ലെന്നല്ല, ആരോഗ്യപൂർണ്ണമായ ജീവിതം. ചിലപ്പോൾ പലപ്പോഴും ഇറ്റ്സ് മച്ച് മോർ വാലിഡ് ദാൻ എ ക്യൂർ. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് പറയും, എനിക്ക് 1 വർഷം ജീവിച്ചാൽ മതി, മകളുടെ കല്യാണം കഴിഞ്ഞാൽ ആൻഡ്രോയിഡായി. നമുക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. I went for her third daughter's marriage, youngest daughter's marriage. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതം പൂർണ്ണമായി. They were all school students when she started the treatment. Now all of them are grown up, married. So she said, that's informal. അതുപോലെയാണ് പറഞ്ഞത്, നമ്മൾ രോഗിയെ രക്ഷപ്പെടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്റ്റെൻഡിങ് ദെയർ ലൈഫ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആരും ക്യൂർ ചെയ്യാൻ പോകുന്നില്ല, ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റ് ആരും ക്യൂർ ചെയ്യാൻ പോകുന്നില്ല. They all live with the disease, control the disease. അതേപോലെ നമുക്ക് you can control the disease and live normally. It's about the cancer. Many cancers have become chronic disease, like lung cancers, ovarian cancers. They are all the chronic disease. Okay, so that's possible. ഇതൊന്നും സാധിക്കില്ലെങ്കിൽ നമുക്ക് ജീവിതത്തോളം കാലം സുഖമായി ജീവിക്കാനുള്ള ഒരു സാധ്യത. So they are all equally important pillars. തുല്യ പ്രാധാന്യമുള്ള തൂണുകൾ എന്ന് പറയും.